ഇത് CPM-ന്റെ നേരത്തെ പറഞ്ഞതുപോലെ തളിപ്പറമ്പിൽ വെച്ച് നടത്തിയിട്ടുള്ള CPM-ന്റെ പൊതുസമ്മേളനത്തിൽ ആരും ചോദിക്കാതെ ആരും ആവശ്യപ്പെടാതെ ഒരു പ്രകോപനം ഇല്ലാതെ മോഹന മാസ്റ്റർ സ്വന്തം നിലയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു വിഷയമാണ്. അത് ഒരു ആരോപണമായിട്ടോ ഒരു സംശയമായിട്ടോ അല്ല. അദ്ദേഹം കൃത്യമായിട്ടുള്ള പഠനം നടത്തി അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു വിഷയമാണ്. അദ്ദേഹം അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നു. അദ്ദേഹം കണ്ണൂർ ജില്ലയിലുള്ള അതിൻ്റെ ആളുകളെ ട്രേസ് ചെയ്യുന്നു. അവർ PFI-കാരാണെന്ന് അവർ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവരുടെ ലക്ഷ്യം എന്താണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. PFI മുന്നോട്ട് വയ്ക്കുന്ന മതരാഷ്ട്രവാദത്തിന് പൊതുസമൂഹത്തിൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് പല വേഷങ്ങളിൽ ഇവർ അവതരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് MEC-7 പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. വളരെ ആധികാരികമായിട്ടും വളരെ കൃത്യതയോടുകൂടിയും വസ്തുതകളുടെ പിൻബലത്തിലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടും ശ്രീ മോഹനൻ മാസ്റ്റർ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാരെ പോലും വേദിയിൽ എടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. CPM-നെ പോലെ വളരെ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി ഈ MEC-7 ആണെങ്കിൽ കൊണ്ടോട്ടി ആസ്ഥാനമായിട്ടുള്ള സംവിധാനം, ആ പ്രദേശം കൂടി ഉൾപ്പെടുന്ന കോഴിക്കോട് ജില്ലയുടെ സെക്രട്ടറി, CPM-ന്റെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു. ആ ആരോപണത്തെ പിന്നീട് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില സമുദായ സംഘടനകൾ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ സമസ്തയുടെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നു, ഈ MEC-7-ന്റെ പിന്നിൽ ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവർ സുന്നികളെ വലവീശി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവർക്ക് മതപരമായിട്ടുള്ള താല്പര്യമാണുള്ളത്. ഈ വ്യായാമമൊക്കെ ഇവരുടെ ഒരു ഔട്ടർ ഫ്രണ്ട് മാത്രമാണ്. ഇവിടെ യഥാർത്ഥത്തിലുള്ള താല്പര്യം സാമുദായികമായിട്ടുള്ള താല്പര്യമാണ്. അതുകൊണ്ട് അവരെ സൂക്ഷിക്കണം, അവർ ഒളിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സംസാരിക്കുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട യുവജന സംഘടനയായിട്ടുള്ള SYS-ന്റെ ഉത്തരവാദിത്തപ്പെട്ട കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, അദ്ദേഹം കോഴിക്കോട് എന്നുള്ള ആളാണ്, മുഹമ്മദ് അലി കിനാലൂർ പറയുന്നത് NDF-ന്റെ അതേ സ്വഭാവത്തിൽ വളർന്നു വരുന്നൊരു സംഘടനയാണ്. NDF ഒരു കാലത്ത് ഉണ്ടായി വന്ന സമയത്ത് യുവാക്കൾക്കിടയിൽ കളരി അഭ്യാസം പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവർ പ്രചാരം നേടിയെടുത്തത്. അതേ രീതിയിൽ വ്യായാമത്തിൻ്റെ മറയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന പോലെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള മതപരമായിട്ടുള്ള സാമുദായികമായിട്ടുള്ള മതരാഷ്ട്രവാദപരമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണോ MEC-7 വരുന്നത് എന്ന് ഞാൻ സംശയത്തോടുകൂടിയാണ് കാണുന്നതെന്ന് മുഹമ്മദ് അലി കിനാലൂർ പറയുന്നു.